റഫായിട്ട് മുടി തോർത്താതിരിക്കുക. അതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മുടിയെ ചീപ്പ് തൊടാതിരിക്കുക. നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു കേർലി ഹെയർ റുട്ടീൻ വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി ചുരുണ്ട മുടി എങ്ങനെ കീപ്പ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെ ഞാൻ പിന്നെ ലിവിങ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും, അതായത് കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർക്കും കൂടുതൽ ആൾക്കാർക്കും ചുരുണ്ട മുടിയാണ് ഉള്ളത്. പക്ഷെ നമ്മളെന്താ പറയുക, കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലും അല്ലെങ്കിൽ എന്താ പറയുക ചുരുണ്ട മുടി കൊണ്ട് നടക്കാനുള്ള പാട് കാരണമല്ല ഒരുപാട് പേർക്ക് ചുരുണ്ടമുടി ഇഷ്ടമല്ല. ഒരുപാട് പേരും ചുരുണ്ടമുടി സ്ട്രെയിറ്റ് ചെയ്യാനും ഒക്കെ പോകാറുണ്ട്. പക്ഷെ എനിക്കെന്തോ പണ്ട് തൊട്ടേ എൻ്റെ മുടി ഒരിക്കലും എനിക്കൊരു സ്ട്രെയിറ്റ് മുടിയോട് എനിക്ക് വലിയൊരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല എൻ്റെ മുടി. പക്ഷേ ഞാനും പണ്ട് കൈ കിട്ടിയ ഷാമ്പൂവും അതും ഇതും ഒക്കെ ഉപയോഗിച്ചൊക്കെ മുടി കുറേ നശിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ മുടിയൊക്കെ ഇട്ട് ചീകി വലിച്ചു പറിച്ചൊക്കെ ഒത്തിരി നശിപ്പിച്ചായിരുന്നു എൻ്റെ മുടി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-4.5 കൊല്ലമായിട്ടാണ് ഞാൻ ശരിക്കും എന്താണ് ചുരുണ്ട മുടി അല്ലെങ്കിൽ എന്താണ് ചുരുണ്ട മുടിക്ക് വേണ്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശരിക്കും എൻ്റെ മുടി കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-4.5 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം കേട്ടോ. അതായത് ചുരുണ്ട മുടിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കുളി കഴിഞ്ഞിട്ട് മുടി ചീകരുത്. നമ്മുടെ മുടി ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടിയിൽ ചീപ്പ് തൊടുകയേ ചെയ്യരുത്. മുടി എങ്ങനെ കിടക്കുന്ന അങ്ങനെ തന്നെ വിട്ടേക്കണം. അത് അതിൻ്റെ അതേ രീതിയിൽ അങ്ങനെ കിടന്നോളൂ. അത് നമ്മൾ വെറുതെ ചീപ്പ് എടുത്ത് ചീകി കഴിയുമ്പോൾ ഈ ചുരുണ്ട മുടിയുടെ ഡെഫിനിഷൻ ഒക്കെ പോയി. അതുകൊണ്ട് തന്നെ മുടി ചീകരുത്, ചീപ്പ് തൊടുകയേ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം മുടി തോർത്തുന്നത്. ഒരിക്കലും മുടി ഇങ്ങനെ ഒരച്ചൊരച്ച് തോർത്തരുത്. നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ നമ്മുടെ പേരൻസ് ഒക്കെ ആയാലും നമ്മുടെ തല ഇങ്ങനത്തെ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ച് ഒക്കെയാണ് തോർത്തുന്നത്. ഭയങ്കരമായിട്ട് ഉരച്ച് എന്നാലേ വെള്ളം പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് മുടിയെല്ലാം ഇങ്ങനെയൊക്കെ ആക്കുക. അങ്ങനെ ഒന്നും ചെയ്യരുത്. മുടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടവൽ വെച്ച്, ഞാനാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന മൈക്രോ ഫൈബർ ടവൽ വാങ്ങിക്കാൻ കിട്ടും. ഈ കേർലി ഹെയർ ഒക്കെ ഉള്ളവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അതാണ്. അങ്ങനെയുള്ള ടവൽ വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഒരു ടീഷർട്ട് വെച്ചിട്ട് നല്ലപോലെ മുടി സ്ക്രഞ്ച് ചെയ്ത് ആ വെള്ളം കളയുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം മെയിനായിട്ട് ഈ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ കാണ്ടു എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇത് കേർലി ഹെയറിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇവരുടെ കൂടുതൽ പ്രൊഡക്ട്സുകളും. അപ്പോൾ ഇതിനു മുമ്പേയൊക്കെ ഞാൻ കൈ കിട്ടുന്ന ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ വാരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ചീറ്റായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് സൂട്ടാവുന്ന പോലത്തെ പ്രൊഡക്റ്റുകളാണ്. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. സാധനം വെച്ചാൽ ഇപ്പം നമ്മൾ കേർലി ഹെയർ പ്രൊഡക്ട്സുകൾ നോക്കി പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുടിയുടെ തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളുടെ എന്താ പറയുക, നമുക്ക് ചിലപ്പം പ്രൊഡക്റ്റ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പം കുറച്ച് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് പിന്നെ കണ്ടീഷണറൊക്കെ 1 മാസം 1.5 മാസമൊക്കെ ആയിരിക്കും ചിലതൊക്കെ നിൽക്കുന്നത്. അത്രയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സ്ഥിരം പുറത്തൊക്കെ പോകാൻ തുടങ്ങുന്ന സമയത്ത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ മുടിക്ക് ചേരുന്ന ഒരു പ്രൊഡക്റ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് കാണ്ടു. ഈ കാണ്ടുവിൻ്റെ ഞാനൊരു ബണ്ടിൽ, അതായത് ഒരു കോംബോ ഓഫറായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ് കേൾ ആക്ടിവേറ്റർ ക്രീമാണ്. ഇത് നമ്മുടെ മുടിയുടെ ആ ചുരുളക്കം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഈ 4 സാധനങ്ങളായിരുന്നു ആ കോംബോയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഈ ഒരു കേൾ ആക്ടിവേറ്റർ ക്രീം, പിന്നെ ഈ ഹൈഡ്രേറ്റിംഗ് ക്രീം കണ്ടീഷണർ, പിന്നെ അതുപോലെ ക്ലെൻസിങ് ക്രീം ഷാംപൂ ഇതും, പിന്നെ ഈ ഒരു ഹെയർ കസ്റ്റാർഡ് കേട്ടോ, ഡിഫൈൻ ആൻഡ് ഷൈൻ കസ്റ്റാർഡ്. ഞാൻ ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് വല്ലപ്പോഴും മാത്രം എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് പുറത്തു പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നല്ല ഹെവിയാണ് നമ്മുടെ മുടിക്ക്. അതുപോലെ കേൾസ് ഒക്കെ നല്ലപോലെ നിൽക്കും കേട്ടോ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് കാണ്ടൂവിൻ്റെ തന്നെ
ലിവിങ് കണ്ടീഷനിങ് റിപ്പയർ ക്രീം. ഇപ്പം ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഷാമ്പു, ഒരു നല്ല കണ്ടീഷണർ, പിന്നെ ഒരു ലിവിങ് കണ്ടീഷണർ. നിങ്ങൾ ഈ കണ്ടീഷണർ സാധാരണ കണ്ടീഷണറിൽ തന്നെ ലിവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, അങ്ങനെയുള്ള ഒരെണ്ണം ചൂസ് ചെയ്താലും മതി. പക്ഷെ ഈ ഒരു ലിവിങ് കണ്ടീഷനിങ് റിപ്പയർ ക്രീം ഉണ്ടല്ലോ, ഇത് ഭയങ്കര നല്ലതാ. നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ കേർലി ഹെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു ചുരുണ്ട മുടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് യോജിച്ച പ്രൊഡക്റ്റുകളൊന്നും കിട്ടത്തില്ല. കുറേ നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറേ നമ്മുടെ മാർക്കറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർ അങ്ങനെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സപ്പോസ് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതവിടെ നിർത്തുക, പിന്നെ ഉപയോഗിക്കരുത്. നമ്മൾ സാധാരണ പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്, അതായത് നമുക്ക് വാങ്ങിച്ചതല്ലേ, പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അത് തീരുന്നിടം വരെ ഉപയോഗിക്കാന്നുള്ളത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയാലും അതുപോലെ തന്നെ ഹെയർ പ്രൊഡക്ട്സ് ആയാലും അത് അങ്ങനെ ഉപയോഗിക്കരുത് കേട്ടോ, ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പം നമ്മൾ നമ്മുടെ മുടിയിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഏതെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടിയുടെ ടൈപ്പ് ഏതാണ്, പിന്നെ നമ്മുടെ മുടിയെ പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് പോറോസിറ്റി, ഇലാസ്റ്റിസിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനെ പറ്റിയിട്ട് 2 വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ലിങ്ക് ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ മുടിയെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകും, നല്ലപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ മുടിയിൽ അപ്ലൈ ചെയ്യും. കണ്ടീഷണർ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് തലയിൽ അങ്ങനെ കണ്ടീഷണർ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ടാണ് മുടി നല്ലപോലെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന, അതായത് കുറച്ച് നനവുള്ള സമയത്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുടിയിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വേറെ പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണ് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷണർ തന്നെ കുറച്ച് മുടിയിൽ ഇരിക്കുന്ന പോലെ, അതായത് മൊത്തം കഴുകി കളയാതെ കുറച്ച് കണ്ടീഷണർ മുടിയിൽ ഇരിക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് നല്ലപോലെ സ്ക്രഞ്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ റുട്ടീനിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ലിവിങ് കണ്ടീഷണറിൻ്റെ ക്രീമുണ്ട്, അത് അപ്ലൈ ചെയ്യും. നോർമലി ഉള്ള റുട്ടീൻ അതാണ്. എന്നിട്ട് ചെറുതായിട്ട് കേൾ ആക്ടിവേറ്റർ ക്രീം എന്ന് പറഞ്ഞിട്ട് ഈ കാണ്ടൂൻ്റെ ഉണ്ട്, അതിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്, അതായത് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത്. ഇപ്പം പിന്നെ വർക്ക് ഫ്രം ഹോം ആയതിനു ശേഷം കേൾ ആക്ടിവേറ്റർ ക്രീം ഒന്നും അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഈ ഷാമ്പൂ കണ്ടീഷണറുമാണ് മിക്കവാറും ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അധികം ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അധികം ഇതുകൊണ്ട് പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മുമ്പേ പറഞ്ഞല്ലോ, അധികം മുടി കുളിച്ച് കഴിഞ്ഞിട്ട് റഫായിട്ട് മുടി തോർത്താതിരിക്കുക, അതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മുടിയെ ചീപ്പ് തൊടാതിരിക്കുക. അപ്പം ഞാൻ മുടിയൊക്കെ കഴുകി കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മൈക്രോ ഫൈബർ ടവൽ എന്ന് പറഞ്ഞത്. എനിക്ക് പക്ഷേ ഇത് ഭയങ്കര നീളമുള്ളതാണ് കിട്ടിയത്. ഇത്രയും നീളമുള്ളത് വാങ്ങിക്കണമെന്നില്ല, ചെറുത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ ടവൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ആ കേളിൻ്റെ ഡെഫിനിഷൻ അതുപോലെ ഉണ്ടാവും. ഒട്ടും നമ്മുടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ചുരുളൊക്കെ മാറി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇപ്പം എൻ്റെ മുടി നനഞ്ഞ മുടിയാണ്. ഞാനിപ്പോൾ ഷാമ്പു യൂസ് ചെയ്തു, പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കിടക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ടവൽ വെച്ച് കെട്ടി വെച്ചേക്കുമായിരുന്നു. ഇപ്പം അഴിച്ചു. ഇത് കൊടുത്ത് ടവൽ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. എപ്പോഴും ഇങ്ങനെ നമ്മുടെ മുടി ആ വെള്ളമയം ഇങ്ങനെ കളയണം. ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ടവൽ വെച്ചിട്ട്. ഇപ്പം ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ നമ്മുടെ മുടിയിൽ അത് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് ഈ വെള്ളം എല്ലാം കളയുക. അപ്പം നമ്മുടെ മുടിയുടെ നല്ല ആ വെള്ളം, ഒരുപാട് വെള്ളം ഉള്ളത് മാറിക്കഴിഞ്ഞ് കുറച്ച് എന്നാൽ നല്ല ഒരു നനവുള്ള സമയത്ത് വേണം നമ്മൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഇനി നമുക്ക് ക്രീം, അതായത് ലിവിങ് കണ്ടീഷണറിൻ്റെ ക്രീമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കാണ്ടൂൻ്റെ ലിവിങ് കണ്ടീഷണർ റിപ്പയർ ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നല്ല മണമാണ് കേട്ടോ. മണം എന്ന് വെച്ചിട്ട് നല്ല മണമാണ്. ഈ പ്രൊഡക്റ്റുകൾ, ഈ കാണ്ടൂൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കുറച്ച് ഹെവിയാണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ എല്ലാം ഭയങ്കര കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതായത് ഷാമ്പൂ കണ്ടീഷണറും അല്ലാതെ ഉപയോഗിക്കുന്ന ഈ ക്രീമുകളും കേൾ ആക്ടിവേറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ അങ്ങനെയല്ല, എന്തെങ്കിലും ഫംഗ്ഷൻ ഭയങ്കര അടിപൊളിയായിട്ട് ഒത്തിരി സമയം നിൽക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക കയ്യിൽ. ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ നല്ലപോലെ ഇത് അപ്ലൈ ചെയ്യുക. ഈ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും ഇങ്ങനെ വേണം നമ്മുടെ മുടിയുടെ തുമ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ അത് നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കത്തുള്ളൂ. അങ്ങനെ നല്ലപോലെ ഈ ക്രീം
നമ്മുടെ മുടിയുടെ ഒരു തിക്നെസ് ഒക്കെ വെച്ചിട്ട് എത്ര അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ സ്ക്രഞ്ച് ചെയ്യുക. ഈ കണ്ടീഷണർ എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഡെയിലി യൂസിന് വേണമെങ്കിൽ നമുക്ക് ഈ ലിവിങ് കണ്ടീഷണർ ഉപയോഗിക്കാം. അത് നല്ലതാണ്. നമ്മുടെ മുടി നല്ല മോയ്സ്ചറൈസ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഹൈഡ്രേറ്റിംഗ് ക്രീമാണിത്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഓരോ ക്രീമും നമ്മളുടെ സ്കാൽപ്പിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് സ്കാൽപ്പിൽ തേക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഫ്രണ്ടിലൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ നല്ലപോലെ കുറച്ച് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തിടുക. അപ്പൊ നല്ല ഭംഗിക്ക് തന്നെ നമ്മുടെ മുടി കിടക്കും. അപ്പോൾ ഞാൻ ലീവിങ് തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കേൾ ആക്ടിവേറ്റർ ക്രീം തേക്കാം കേട്ടോ. ഇതാണ് കേൾ ആക്ടിവേറ്റർ കാണ്ടൂന്റെ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പോ ഞാൻ ഈ പ്രൊഡക്റ്റുകളെല്ലാം ലാസ്റ്റ് ഇയർ വാങ്ങിച്ചാണ്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഉപയോഗിക്കലുണ്ടോ. ഇത് ജസ്റ്റ് അപ്പൊ ഞാനിത് ഒരു ഇത്രയും ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ മുടിയുടെ മുകളിലോട്ടൊന്നും അധികം ഉപയോഗിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മുടിക്ക് ഓൾറെഡി അത്യാവശ്യം നല്ല കേൾ ഡെഫിനിഷൻ ഉള്ള മുടിയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് അതിനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതും ഇതുകൂട്ട് തന്നെ എടുത്ത് കയ്യിൽ നല്ലപോലെ ആക്കിയിട്ട് നമ്മുടെ മുടിയിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എല്ലാ ഭാഗത്തും നിന്നും ഞാൻ കുറച്ചേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ചിലര് നല്ലപോലെ ഓരോ സെക്ഷനായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഈ ഉള്ളത് തന്നെ ഇനി നല്ലപോലെ നമ്മുടെ മുടിയിൽ ഇത് ആക്കുക. ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്താക്കുക. നമ്മളുടെ മുടിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടുന്നത് ഈ സ്ക്രഞ്ച് ചെയ്യുന്ന ഈ സംഭവമാണ്. ഈ മുടി ഇങ്ങനെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അത് ഇങ്ങനെ നല്ലപോലെ മുടിയിൽ സ്ക്രഞ്ച് ചെയ്ത് വേണം പിടിപ്പിക്കാനായിട്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി ഒരു ടവല് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്യാപ്പ്. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഈ മൈക്രോ ഫൈബറിന്റെ തന്നെ ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ദുബായിലെ മിനിസോന്ന് വാങ്ങിച്ചു കേട്ടോ. 10 ദിറംസ് ഇല്ലാന്ന് തോന്നുന്നു, 9 ദിറംസോ 10 ദിറംസിൽ താഴെ ഉള്ളൂ വില. ഇത് നല്ലതാട്ടോ. അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റുകളും ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ക്യാപ്പിന്റെ ഉള്ളിൽ നമ്മുടെ മുടി ആക്കിയിട്ട് ക്യാപ്പ് ഇട്ടിട്ട് വെക്കും. ഈ മുടിയെല്ലാം നല്ലപോലെ ക്യാപ്പിന്റെ അകത്താക്കി വെക്കും കേട്ടോ. ഇങ്ങനെ തന്നെ വാരി കയറ്റി വെച്ചാൽ മതി. കാരണം നമ്മുടെ മുടി ചുരുണ്ടാണല്ലോ നമുക്ക് കിടക്കേണ്ടത്. എല്ലാ ഭാഗത്തും ഇപ്പൊ ഇങ്ങനെ മുടി പുറത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം നല്ലപോലെ വെച്ച് ഇത് ഇങ്ങനെ ക്യാപ്പിലാക്കി വെക്കുക. എന്നിട്ട് ഇനി നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സമയമാണ്. അതായത് ഇതിങ്ങനെ ഇരുന്നോളും. നമ്മുടെ തലയിലുള്ള എക്സ്ട്രാ മോയ്സ്ചറും കാര്യങ്ങളും എല്ലാം ഈ ക്യാപ്പിൽ ഇത് ടവൽ പോലത്തെ തന്നെ ക്യാപ്പ് കേട്ടോ. അതായത് മൈക്രോ ഫൈബറിന്റെ. അപ്പൊ ഇതിൽ തന്നെ പിടിച്ചോളും. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുടി നല്ലപോലെ സെറ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന ക്ഷമയാട്ടോ. അത്യാവശ്യം നല്ല ക്ഷമ വേണം ഇതെല്ലാം ചെയ്ത് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഇത്രയും സമയം എടുത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ ആ ഒരു ഗുണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ള മുടി നല്ല ചുരുണ്ട മുടി അതിന്റെ ആ ഭംഗിക്ക് കൊണ്ടുപോവുക. അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും നമ്മൾ എവിടെയെങ്കിലും പോകാനാണ് ആ സമയം ആകുമ്പോഴത്തേന് ക്യാപ്പ് എടുത്തിട്ട് മുടി സെറ്റ് ചെയ്തിട്ട് പോവാം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ചുരുണ്ട മുടി ഇതുകൂട്ടൊന്ന് കെയർ ചെയ്ത് നോക്ക്. നല്ല റിസൾട്ട് ആയിരിക്കും. മുടി നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ അധികം ചുരുണ്ട മുടി അല്ലാത്ത ഈ വേവി ടൈപ്പ് ഉള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ചുരുണ്ട മുടി വേണം എന്നുള്ള സമയത്ത് ഇതുകൂട്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ അതായത് ഒട്ടും എന്റെയൊക്കെ മുടിക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കേൾ ഡെഫിനിഷൻ ഉണ്ട്. അങ്ങനെ ഒട്ടും ഇല്ലാതെ വേവി ആയിട്ട് കിടക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. കുറച്ച് നേരം കൂടെ നല്ലപോലെ സ്ക്രഞ്ച് ചെയ്യണം. ഈ സ്ക്രഞ്ച് ചെയ്യുന്നൊക്കെ കുറച്ച് സമയം ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് ഒക്കെ ചെയ്യണം. എന്നാലേ നല്ലപോലെ ആ ചുരുളൊക്കെ നമ്മുടെ മുടിയിൽ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചുരുണ്ട മുടിയെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് അതിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി
ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതിന് കൂടെ തന്നെ ഇവിടുത്തെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പം ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇല്ല, താഴോട്ട് വരാനുള്ള സമയം. അപ്പൊ ഞാനിത് ഒരു ഇത്രയും ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ.